കഴിഞ്ഞുപോയ 1,24,000 പരം വരുന്ന അമ്പിയ മുർസലീങ്ങൾക്കൊന്നും കൊടുക്കാതെ നബിതങ്ങളെ ഉമ്മത്തുകൾക്ക് മാത്രം സ്പെഷ്യലായി കൊടുത്തതാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഒരു രാത്രി. അത് റമദാനിൽ ഏതോ ഒരു രാത്രിയാണ്. പിന്നൊരിക്കൽ പറഞ്ഞെന്ന് അവസാനത്തെ 10 നിന്നുള്ള ഏതോ ഒരു രാത്രി. അതാ ഏതാണെന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. അറിയിച്ചു കൊടുത്താൽ പിന്നെ എല്ലാവരും അന്ന് മാത്രം തറാവീഹ് കഴിക്കാനുണ്ടാവും. അല്ല പിറ്റേന്നും ഉണ്ടാവില്ല, അതിന് മുമ്പും ഉണ്ടാവില്ല. മനുഷ്യന്മാരങ്ങനെയാണ്. വലിയ ചന്തണ്ട് കേൾക്കുമ്പോൾ അങ്ങക്ക് അവിടെ കച്ചവടം വെക്കുന്ന സ്വഭാവമുണ്ട്. ഒരു മാസത്തിൽ രാവും പകലും പുണ്യമായതിൻ്റെ പുറമെ ലൈലത്തുൽ ഖദ്ർ എന്ന ഒരു രാത്രി എന്താ അത് 1000 മാസത്തേക്കാൾ പുണ്യമായതാണ് എന്ന് പഠിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, 1000 ദിവസമല്ല, 1000 മാസം. ആ മാസത്തേക്കാൾ പുണ്യമായതാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പഠിപ്പിച്ചുകൊണ്ട് അത് ലോകത്തിന് വേണം. നമ്മളിവിടെ ഇപ്പോൾ ഉച്ചക്ക് 1 മണി സമയമാണ്. അമേരിക്കയിൽ ഇപ്പോൾ രാത്രി 1 മണി സമയമാണ്. മലേഷ്യയിൽ ഇപ്പോൾ 4 മണിയാണ് വൈകുന്നേരം. സുമാർ അപ്പം അങ്ങനെ ലോകത്ത് രാവും പകലും വ്യത്യാസപ്പെടുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ഒരു രാത്രിയിൽ ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന മഹത്വം കൊടുക്കുന്നു. 1000 മാസത്തേക്കാൾ പുണ്യമായ ഒരു രാത്രി അല്ലാഹു നിശ്ചയിക്കുന്നു. എല്ലാ ആളുകളും ഇബാദത്തുകളിൽ മുഴുകുക, നിസ്കാരം വർദ്ധിപ്പിക്കുക, സദഖ വർദ്ധിപ്പിക്കുക. റമദാൻ അള്ളാഹു നിശ്ചയിച്ചതിൽ വേറെയും പല രഹസ്യങ്ങളുണ്ട്. എപ്പോഴും ഭാരതത്തിൽ നടക്കുന്ന പണക്കാരനും കുബേരനും പാവങ്ങളുടെ വിശപ്പുമായിട്ട് നടക്കുന്ന സാധുക്കളുടെ ഒരവസ്ഥ ഒന്ന് അറിയാൻ ഈ നോമ്പ് കൊണ്ട് സാധിക്കും. അങ്ങനെയാകുമ്പോൾ നല്ല മനുഷ്യർ സാധുക്കൾക്ക് വല്ലതും ചെയ്തു കൊടുക്കും. അല്ലാത്തവർക്ക് അതൊന്നും തിരിയില്ല. സാധുക്കളെ ആരെന്താ വളരെ പട്ടിണി കിടന്നിട്ട് വിഷമിക്കുന്ന സാധാരണക്കാർ ധാരാളം ആളുകളുണ്ട്. അവരിലേക്ക് നാം ഓരോരുത്തരും ചിന്തിക്കുകയും അവർക്ക് നമ്മളാൽ കഴിയുന്നത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും ഈ റമദാനിൽ ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ ഖുർആനോത്ത് വർദ്ധിപ്പിക്കുകയും സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും ദാനധർമ്മം വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.